ഒരുമിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോ ഈ സദസ്സിലേക്ക് കയറി വരുന്ന ആൾ അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് വധുവെടുത്ത് താടി രോമങ്ങൾ നനഞ്ഞ് ഇടത്തെ കയ്യിൽ ചെരുപ്പ് പിടിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി കടന്നു വരികയാണ്. ഇതേ സംഭവം രണ്ടാം ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോഴും അതേ സെയിം മനുഷ്യൻ കടന്നു വരികയാണ്. മൂന്നാം ദിവസം പ്രവാചകൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം നിരീക്ഷിച്ചു, എന്താണ് അദ്ദേഹത്തെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വർഗാവകാശിയാക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ്, എന്ത് അമലാണ്, എന്ത് നല്ല സൽപ്രവൃത്തിയാണ് ആ സഹാബി ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹം നിരീക്ഷിച്ചു എന്ത് പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് അദ്ദേഹം 3 ദിവസത്തോളം നിരീക്ഷിച്ചു. പക്ഷേ എല്ലാവരും ചെയ്യുന്നത് പോലെ നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, അങ്ങനെ എല്ലാ മനുഷ്യരും എല്ലാവരും ചെയ്യുന്ന പോലെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആ മനുഷ്യരും ചെയ്യുന്നത്. അങ്ങനെ എന്നിരുന്നാലും രണ്ട് വാക്കുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുവൈത്ത് പഠന കൂട്ടായ്മയും അതുപോലെ തന്നെ കുവൈത്ത് പഠന ഹിദ്മത്ത് ഇസ്ലാം സംഘവും കുവൈത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പ്രയാസമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, കഷ്ടപ്പാടുകളായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മളെ പൊന്നുമക്കളൊക്കെ 2 വീട്ടിൽ വിജയിക്കുന്ന മക്കളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന, നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ആരെയും പെടുത്താതിരിക്കട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين امين. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأقربائنا من الديون والمظالم والنار. ربنا آتنا في الدنيا على الفلاح. الله أكبر الله أكبر لا